ഗൈസ് നമ്മുടെ പെരുന്നാൾ വ്ളോഗ് എല്ലാ വ്ളോഗും നല്ല റീച്ച് ആവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ വ്ളോഗ് യൂട്യൂബ് പണി തന്നിട്ട് ഏജ് റെസ്ട്രിക്റ്റഡ് വീഡിയോ ആയിട്ട് മാറ്റിയിട്ടു. അപ്പോൾ അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ബാക്കി കഴിഞ്ഞ കൊല്ലം മുന്നൊക്കെ നടന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുത്തമ്പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം റെഡി ആയോണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയ കാരണം ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായിരിക്കും അറിയില്ല കേട്ടോ. കുറച്ച് പേരുള്ളൂ ഇവിടെ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇതിലാണ് കയറിയത്. ഇവിടുന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ നടുവിലായിട്ടാണ് വെടിക്കെട്ട് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലും ഉണ്ടാവും കേട്ടോ. വിരിയാമുട്ടൊക്കെ പള്ളിയുടെ ബാക്കിലും ഉണ്ടാവും. എന്തായാലും നോക്കി നോക്കാം. ഞാൻ ആ മാല എറിഞ്ഞ് പൊട്ടിക്കണമെന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുത്തമ്പള്ളിയിൽ നോക്കി നോക്കാം എന്താ തോന്നുന്നു. ഇതിപ്പോ ചെയ്യൻ സോങ്ങാ പാടി തുടങ്ങിയ മണിച്ചേട്ടന്റെ പാട്ടപ്പോ പാടി തുടങ്ങിയോ അവിടെ. ആർക്കെങ്കിലും പാട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. ആൾക്കാർ കുറവാന്ന് പറഞ്ഞിട്ട്. അത് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നുണ്ട് വെടിക്കെട്ടുള്ളത്. ആൾക്കാർ ഇവിടെ നോക്കുമ്പോൾ കുറേ പേര് തോന്നുന്നുണ്ടെങ്കിലും തിരക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇതിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ കലാശക്കൊട്ടാട്ടോ. ഇവരുടെ 2 ബാൻഡിൻ്റെ മത്സരം ഉണ്ടായിരുന്നു ഇവിടെ. 7 മണിക്ക് തുടങ്ങിയതാണ്. ഇനി അത് ഫുള്ള് അവരുടെ ലാസ്റ്റ് സോങ് ആണ് കേട്ടോ. ബാൻഡ് മത്സരം, ലാസ്റ്റത്തെ ബാൻഡ് മത്സരം. ആ ബാൻഡ് മത്സരം കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. ഇവിടെ ഫുള്ള് CLCയുടെ പിള്ളേർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെയിൻ സോങ് പോലെയാവും കേട്ടോ ഈ ബാൻഡ് മത്സരം. അറിയില്ല, നമുക്ക് കേട്ട് നോക്കി നോക്കാം ഏതാണ്. ഞാൻ മെയിനായിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേട്ടോ. മെയിനായിട്ട് വെടിക്കെട്ടോ. എനിക്കിത് കണ്ടിട്ട് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്ഥലം പോകട്ടോ. കിടല സ്ഥലം കിട്ടിയാണ്. അവിടെ പിള്ളേരുടെ നിൽക്കുന്നുണ്ട്.
അതിനിടെ കൂടെ ബെഞ്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു സർക്കിള് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ബെഞ്ചും ഡെസ്കും പിടിച്ചു കൊണ്ടിടുന്നുണ്ട്. അവിടെ പോയിട്ട് സർക്കിൾ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോ കണ്ടോ അവിടെ ബെഞ്ചും ഡെസ്കും ഒക്കെ പിടിച്ചിട്ട് കൊണ്ടിട്ടുണ്ട്. എല്ലാരും മാസ്ക് ഇട്ട് നിൽക്കണേട്ടോ, നല്ല പൊടിയാവും. ഇത് എന്താ പ്ലാൻ എന്ന് മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നത് ഇവര് ഒരു വഴിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എനിക്ക് തോന്നണത് ഇങ്ങനെ ഇത് ഓടിക്കൊണ്ട് പടക്കം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാവും കേട്ടോ. പടക്കം കൊണ്ടുപോകാൻ പോയിട്ട് അവിടെ ഒരു വലിയൊരു സർക്കിൾ ആക്കി ഇടാനോ ബെഞ്ച് ഡെസ്കോ. അവിടെ പൂര വൈബ് പൊളി. അത് പൊളിച്ചു ആ പരിപാടി കഴിയും. നമുക്കായി ഈ സൗഹൃദ ബാൻഡ് മത്സരം ഇവിടെ അണിയിച്ചൊരുക്കിയത് സെയിന്റ് ജോസഫ് ബാൻഡ് ഗ്രൂപ്പ് കോട്ടപ്പടി മൂവാറ്റുപുഴ സെയിന്റ് ജോസഫ്. പിന്നെ രണ്ട് ടീം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ടീമും അപ്പുറത്ത് രണ്ട് ടീമായിട്ട് മത്സരം ഉണ്ടായിരുന്നത്. അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതെ അവിടെ വട്ടം പിടിച്ചു തുടങ്ങി. അവിടെ ഇത് പിടിച്ചു തുടങ്ങിട്ടോ. സർക്കിൾ അടിച്ചു തുടങ്ങി. ആൾക്കാരെ മാറ്റി തുടങ്ങി. ഇതൊരു വഴിയാട്ടപ്പോ മോനെ പൊളിച്ച്. ഇത് പെരുന്നാളിന്റെ ലാസ്റ്റ് ദിവസം അല്ലേ? ലാസ്റ്റ് ദിവസം വൃത്താകൃതിയിൽ ഒതുങ്ങി മാറുമെന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആർക്കും തന്നെ അപകടം പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് അഭ്യർത്ഥിക്കുന്നത്. ദയവ് ചെയ്ത് ഭക്തജനങ്ങൾ വോളണ്ടിയേഴ്സിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വൃത്താകൃതിയിൽ ഒതുങ്ങി മാറുമെന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കർശന നിർദ്ദേശമുള്ളതിനാൽ ആർക്കും തന്നെ അപകടം പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുന്നത്. ദേവാലയത്തിന്റെ മധ്യഭാഗത്തായി നിൽക്കുന്ന ഭക്തജനങ്ങൾ വോളണ്ടിയേഴ്സിന്റെ മാർഗനിർദ്ദേശം. ഇവിടെ നിന്ന് എല്ലാവരും എണീപ്പിച്ച് തുടങ്ങിയിട്ടാ. ഈ ബെഞ്ചിന്റെ ഡെസ്കും പിടിച്ച് ഇവിടെ ഇരിക്കണവരെല്ലാവരും എണീപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പെട്രോളും മറ്റേ ആ ഇതും ഉണ്ട് കേട്ടോ, ടയറും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു സർക്കിളിൽ ഇട്ടിട്ടാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ എറിഞ്ഞ് പൊട്ടിക്കാന്ന് ഈ വർണ്ണമഴ നമുക്കായി അണിയിച്ചൊരുക്കുന്നത് കരുതൂർ ട്രേഡേഴ്സ്, കരുതൂർ കമ്പനി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, തൃശൂർ. കണ്ടോ ബസിലിക്ക പ്രതിഷ്ഠാ തിരുനാളിനെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ പടക്കം പൊട്ടിക്കൽ യാതൊരു അപകടങ്ങളും വരുത്താത്ത രീതിയിൽ വളരെ മനോഹരമായി പര്യവസാനിപ്പിക്കുവാൻ സഹകരിക്കണമെന്ന് ഭക്തജനങ്ങളെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ടയറുകൾക്ക് കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ടയറുകൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ പെട്രോൾ അടിച്ചിട്ട്. അത് 3 എണ്ണം തീ കൊടുത്തിട്ടുണ്ട്. ഇനി അച്ഛൻ വന്നിട്ട് തീ തെളിയിക്കണം തോന്നണേ. ഗൈസ് വികാരിയച്ഛൻ വന്നിട്ട് ഇത് കൊടുത്തു തുടങ്ങി കേട്ടോ. ഇനോഗ്രേഷൻ സെറിമണി ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി വലിച്ചെറിയലാണ്. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. ഓ നിറച്ച് പുക കേട്ടോ. ടയർ കത്തിയിട്ട് അതേ കത്തി തുടങ്ങി. ഓ പുക കിടാനുള്ള കാറ്റും കിട വന്നു കഴിഞ്ഞാൽ ഒരു സാധനം കാണാൻ പറ്റില്ല കേട്ടോ. ഇതാ അവിടെ വികാരിയച്ഛൻ കൊടുത്തു തുടങ്ങി. സുഹൃത്തുക്കളെ തീ കൊടുത്തു തുടങ്ങി. എല്ലാവരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം കേട്ടോ. ഇനി പെട്ടെന്ന് അങ്ങനെ എല്ലാം ആയിക്കോളൂ കേട്ടോ.
എൻ്റെ പൊന്നെ ഫുള്ള് പുകയായിട്ടോ അവിടെ. എനിക്ക് ചുമ വരുന്നു. നിറച്ച് പുകയെ. ഇനി എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഇനി പോരെ പെട്ടിയെടുത്ത് പാസ് ചെയ്തിട്ട് കൈമാറി എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് എറിയും. പോന്നോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതാ ആദ്യത്തെ കൊല എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കൊല പൊളിച്ച്. മൂന്നാമത്തെ കൊല ഇതാ. ഇനി ഞങ്ങളുടെ സ്പീഡിൽ അങ്ങോട്ട് കത്തി തുടങ്ങും കേട്ടോ. ഓരോരുത്തർ കൈമാറി കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്പീഡാവൂ എന്നാലേ രസം ഉണ്ടാവുള്ളൂ. എത്ര കേസ് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്ന് അറിയില്ല കൃത്യമായിട്ട്.
കണ്ട കുറച്ച് പൊട്ടിക്കണല്ലോ. 2 എണ്ണം 4 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ കൈമാറി പോകുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ തീ കെട്ടുന്നുണ്ട്. അവിടെ തീ കെട്ടിട്ട് കാർബോർഡ് പീസ് വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ കേസ് കെട്ടുകെട്ടായിട്ട് കൊണ്ട് കളയുക, അതാണ് എനിക്ക് കാണണ്ട. അതാണ് തോന്നുന്നുണ്ട്. ആൾക്കാർ കുറേ ഇട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. നിന്നു അങ്ങനെ നിൽക്കാൻ പാടില്ല. കൂട്ടപരിച്ചിലായതുകൊണ്ട് വാരി കൊടുക്കുന്നുണ്ട്. തീ കെട്ടിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുക്കണത്. എന്താ മനസ്സിലാവണില്ല കേട്ടാ.
കിടിലൻ പടക്കാണ് ഇവിടുന്ന് പടക്കം ഞാൻ ചോദിച്ചു നോക്കണം നല്ല പടക്കാണ്. ഒരു ചെപ്പടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കേക്ക് ഫുള്ളിട്ടുണ്ട്. അടുപ്പിച്ചിടണം. ലാഗിടൂ. കയ്യിൽ നിന്ന് പോയിട്ടാ അവിടെ നിലത്ത് വീണ് പൊട്ടി കൊണ്ടുപോണ വഴിയില്. ഇത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ആൾക്കാർ വിട്ടു തുടങ്ങി കേട്ടോ. ഇത് കഴിഞ്ഞു തുടങ്ങി. അതെ വെള്ളം അടിക്കണ്ട അവിടെ. ലാസ്റ്റത്തെ വിരിയാമുട്ടാണ് കേട്ടോ, ആ മിട്ട് പൊട്ടിക്കണതില്ല, അതാണ് ലാസ്റ്റ്. സോറി കമ്മിറ്റി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്, വൈസ് ചെയർമാൻ ജോൺ, General Convener Paulson Alapat, Illumination Convener Jose Alapat, Mayor Convener Unit Undercover Convener Joseph Sati, Fireworks Convener Sanjay Patel, Joint Convener Dave Kurian, Mayor Convener Rod Parmandia. ദേവാലയത്തിലെ എൻ്റെ മോനെ കിടലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കൊണ്ടുപോയി എറിഞ്ഞ് പോയി പൊട്ടിച്ച സാധനം കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരെയും സേഫ്റ്റി നോക്കണ്ടേ, രണ്ടും കൂടി നോക്കണമല്ലോ. ഞാൻ ആ എറിഞ്ഞ് പൊട്ടിയെടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ കൊണ്ടുപോകുന്ന സാധനം കുറേ കൊണ്ടുപോയി എറിഞ്ഞ് പോകണ്ടായിരുന്നു. അതെ പൊട്ടണത് അമിട്ട് കുറേ കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നിന്നില്ല. എനിക്ക് ഞാൻ കൊണ്ട് എറിയണത് കാണാൻ നല്ല രസം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, നാളെ കാണാം കിടിലൻ വ്ളോഗായിട്ട് കേട്ടോ. ബൈ.